പത്രമാറ്റിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ പിന്നെ നമ്മളെ ഏഞ്ചലറി ആയിട്ട് അവന്തികയ്ക്ക് നല്ലൊരു പിടിപാടൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മളെ മുത്തശ്ശൻ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഈ ഒരു കാര്യം നമ്മൾ അവന്തിക അറിയാതെ അവന്തികയാണെങ്കിൽ അവിടെ അങ്ങ് ആടി തിമർക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശനും ശരി ഇത് എവിടം വരെ പോകുന്നൊക്കെ മുത്തശ്ശനാണെങ്കിലും ആദർശമൊക്കെ ആണെങ്കിലും വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ എവിടം വരെ പോകുന്നത് നമുക്ക് നോക്കാമല്ലോ എന്നൊക്കെ ഉള്ള ഇതിൽ അവരും അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശനൊക്കെ ആണെങ്കിലൊക്കെ ഇങ്ങനെ ചോദ്യമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പിന്നെ നമ്മൾ അബിയും നവ്യയും കൂടെ നിൽക്കുന്ന സമയത്താണെങ്കിൽ അവന്തിക വന്ന് നല്ല ഒരു ഒന്നും അറിയാത്തൊരു നല്ലൊരു കൊച്ചിനെ കണക്കൊക്കെ നല്ല രീതിയിൽ നമ്മളെ നവ്യടുത്താണെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ഇത് നാണമില്ലേ, നിങ്ങൾ എന്തിനാ ജ്വല്ലറി ആയിട്ട് പരസ്യമൊക്കെ ചെയ്യുന്നത്? അത് അനന്തപുരി തറവാട്ടിനെ ആണെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടിയൊക്കെയാണോ, അത് നാണം കെടുത്താൻ വേണ്ടിയാണോ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ആണെങ്കിൽ അവന്തികയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് കേട്ടിട്ടാണല്ലേ നമ്മളെ മുത്തശ്ശന് വരുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ ഇങ്ങനെ അവന്തിക മോളാണെങ്കിൽ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്താണെങ്കിലും നവ്യടുത്തൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടാണെങ്കിലും മുത്തശ്ശനാണെങ്കിലും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇവിടെ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അല്ല മുത്തശ്ശ ഇതെനക്ക് ഇവളാണെങ്കിൽ പിന്നെ ജ്വല്ലറിക്കാർക്ക് വേണ്ടി പരസ്യമൊക്കെ ചെയ്യുന്നില്ലേ, അപ്പം ആ ഒരു കാര്യമൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചാന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ശരി അവളാണെങ്കിൽ പരസ്യം ചെയ്യുന്നു, അപ്പം നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അവന്തിക ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ മുത്തശ്ശ, ഞാനാണെങ്കിൽ പരസ്യവും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ, പിന്നെ ഞാനെന്താ ചെയ്യുന്നത്? നീ പരസ്യമൊന്നും ചെയ്യുന്നില്ല, പക്ഷേ നീയാണെങ്കിൽ പിന്നെ ജ്വല്ലറിക്കാരുമായിട്ട് ഞങ്ങളെ തകർത്ത് ഇല്ലാതാക്കാൻ വേണ്ടിയല്ലേ ഇവിടെ വന്നത്, അതെല്ലാം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞ കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ അവന്തികയാണെങ്കിൽ ഒന്ന് ഷോക്കൊക്കെ ആവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശി, എന്തായാലും നീ ഒരു കൊച്ചു പെണ്ണായതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് നിന്നെ ഇറക്കി വിടാത്തത്, അല്ലെങ്കിൽ നിന്നെ ഇവിടുന്ന് ഞാൻ ഇറക്കിയൊക്കെ വിട്ടേനെ. പക്ഷേ നിനക്ക് ഇപ്പോഴും നിനക്ക് നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചിന്തിച്ച് നിനക്ക് തിരിച്ച് വരാനുള്ള അവസരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നിൻ്റെ അച്ഛനുമായിട്ട് അയാൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയിട്ട് നീ ഇവിടെ ഞങ്ങളെ ശത്രുക്കളായിട്ടൊക്കെ നീ ഇവിടെ വന്നേയല്ലേ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ജലജ അഭിയാണെങ്കിൽ ആകെ ഷോക്കായി നിൽപ്പുണ്ട്. അച്ഛനിവിടെ വന്നെന്ന്. അപ്പോഴത്തേക്ക് ജലജ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ അച്ഛനിവിടെ വന്നെന്നാണോ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ മുത്തശ്ശൻ പറയുന്നത്, ഓഹോ നിങ്ങൾക്ക് അതൊന്നും അറിയത്തില്ലല്ലോ, നിങ്ങളാണെങ്കിൽ അഭിനയിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ. ഇത് ജലജ പറയുന്നുണ്ട്, ഇല്ല അച്ഛാ ഞങ്ങൾക്ക് അറിയത്തില്ല, ഇവള് ഞങ്ങൾക്കൊന്നും കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല, ഇവള് ഞങ്ങളെ ആണെങ്കിൽ ശത്രുവിനെ പോലെ ഇവള് കണ്ടുകൊണ്ടിരിക്കുന്നത്. അച്ഛനിക്ക് അറിയാമല്ലോ, സത്യം പറയുന്നതാണെങ്കിലും കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണെങ്കിലും അച്ഛനിക്ക് മനസ്സിലാവുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ദൈവത്തിലാണ് സത്യം, ഞങ്ങൾക്ക് ഇവിടെ പിന്നെ എൻ്റെ ഭർത്താവ് ഇവിടെ ഉള്ള കാര്യമൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല എന്നൊക്കെ ജലജയാണെങ്കിൽ സത്യം ചെയ്യുന്നുണ്ട്. സമയത്താണെങ്കിലും ഇങ്ങനെ മുത്തശ്ശൻ ആലോചിക്കുന്നുണ്ട്, ശരിയാണല്ലോ ഇവള് പറയുന്നതിൽ എന്തോ സത്യം ഉണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട്, കാര്യം വെച്ചാൽ ഇവള് കള്ളം പറയുമല്ലോ എന്നൊക്കെ തോന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ അവന്തിക പറയുന്നുണ്ട്, പിന്നെ മുത്തശ്ശൻ എന്നെ ധരിച്ചിരിക്കുകയോ, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശനാണ് അച്ഛനാണെങ്കിൽ ദേഷ്യമോ കാര്യങ്ങളൊന്നും ഇല്ലെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും മുത്തശ്ശൻ പറയുന്നുണ്ട്, നിർത്തിക്കോ നിൻ്റെ അഭിനയം, നിന്നെ കഴുത്തിൽ പിടിച്ച് പുറത്താക്കേണ്ട സമയം കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ നല്ല ആൾക്കാരെയും സത്യം പറയുന്നവരെയൊക്കെ എനിക്ക് കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവൊക്കെ ഉണ്ടെന്നൊക്കെ മുത്തശ്ശനാണെങ്കിൽ ദേഷ്യത്തോടാണെങ്കിൽ അവന്തിക അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ ഇവിടെ കിടന്ന് കൂടുതൽ അഭിനയിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്യണ്ട, നീ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി തന്നാൽ മതിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ അവന്തിക പറയുന്നുണ്ട്, എന്താ മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാനാണെങ്കിൽ എപ്പോഴും വിളിക്കുമ്പോഴും മുത്തശ്ശൻ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെ അല്ലേ മുത്തശ്ശൻ ചോദിക്കുന്നത്, ഞാൻ വേറെ എവിടെയല്ലല്ലോ, എൻ്റെ അമ്മയടുത്തും എൻ്റെ വീട്ടിലും അല്ലേ മുത്തശ്ശൻ വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശൻ എൻ്റെ അച്ഛനെയും പുറത്താക്കിയ കണക്ക് എന്നെയും പുറത്താക്കാനാണോ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിലും മുത്തശ്ശൻ പറയുന്നുണ്ട്, നിൻ്റെ അച്ഛന് അയാൾ എന്താ പറഞ്ഞു തന്നതെന്ന് എനിക്കറിയത്തില്ല, അയാൾ ഇവിടുന്ന് പുറത്താവാൻ കാരണം എന്താണെന്ന് നിൻ്റെ അച്ഛൻ എന്താ പറഞ്ഞു തന്നു എനിക്കറിയത്തില്ല, നിൻ്റെ അമ്മയടുത്ത് ചോദിച്ചില്ല, നിൻ്റെ അച്ഛൻ പുറത്താവാനുള്ള മെയിൻ കാരണം നിൻ്റെ അമ്മയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ അവന്തികയുടെയും ജലജയുടെയൊക്കെ ഇടയിൽ ഒരു കറണ്ട് ഇട്ടിട്ടാണ് മുത്തശ്ശൻ പോകുന്നത്. അപ്പോഴത്തേക്കാണെങ്കിൽ അവന്തികയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അച്ഛൻ പുറത്താവാനുള്ള മെയിൻ കാരണം അമ്മയ്ക്ക് അതിനകത്ത് പങ്കുണ്ടെന്നൊക്കെയാണ് നമ്മൾ അവന്തികയും ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.